ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നൈൻസ് കോർണറിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് നല്ല ഭംഗിയുള്ള കുറച്ച് ക്യാൻഡിൽസ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ വീട്ടിൽ മെഴുകുതിരി ഉപയോഗിക്കുമ്പോൾ ഉരുകി തരുന്ന മെഴുക് കളയാതെ കളക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് വീണ്ടും നല്ല അടിപൊളി ക്യാൻഡിൽസ് നല്ല കളർഫുള്ളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ക്യാൻഡിൽ ഉണ്ടാക്കാനായിട്ട് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഇതൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽസ് എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണയായിട്ട് നമ്മൾ വേസ്റ്റിൽ കളയുന്ന കുറച്ച് സാധനങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഓരോന്നും ഞാൻ നിങ്ങളെ വേഗം കാണിച്ചു തരാം. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് നമ്മൾ ഉപയോഗിച്ച ക്യാൻഡിൽസിൻ്റെ ലെഫ്റ്റ് ഓവറായിട്ട് ബാക്കി വരുന്ന വാക്സൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചെടുത്താണ്. ഇത് കുറച്ചും കൂടി നമ്മുടെ അടുത്തുണ്ട്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഉള്ളൂ. ഇത് അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അക്രിലിക് പെയിൻറ്റ് വരുന്ന ആ ബോട്ടിലാണിത്. അപ്പോൾ ഇത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞ അക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുത്താണ്. അതുപോലെ കുറച്ച് ബോട്ടിൽസും കൂടി ഇവിടെ ക്ലീൻ ചെയ്ത് ഞാൻ കാട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എഗ് ഷെല്ലാണ്. നമ്മൾ ഉപയോഗിച്ച മുട്ടയുടെ ഷെല്ല് നമ്മൾ പൊട്ടിച്ചളയാതെ അത് ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഡിസ്പോസിബിൾ പേപ്പർ ഗ്ലാസ്സസ് ആണ്. ഇതായാലും വീട്ടിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ക്യാൻഡിൽസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു പഴയ ഓയിലിൻ്റെ ക്യാനാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ടോപ്പ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എടുത്തേക്കാണ്. ഇതിൽ വാക്സ് ഒഴിച്ച് നമുക്ക് നോക്കാം കറക്റ്റായിട്ട് കിട്ടുമെന്ന്. ഇതൊരു ആക്സ് ഓയിലിൻ്റെ ഒരു കവറാണ്. ആക്സ് ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറമേ നമുക്ക് കിട്ടുന്ന ഒരു പേപ്പർ കവറാണ്. അപ്പോൾ അതും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഈർക്കിളികൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. നമ്മൾക്ക് ക്യാൻഡിലിൻ്റെ മുകളിൽ ആ ഒരു തിരി ഇടാൻ വേണ്ടിയിട്ട് ഈർക്കിളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ കുറച്ച് ത്രെഡ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ കവർ ചെയ്ത് നമുക്ക് ഷോപ്സിൽ നിന്നൊക്കെ കിട്ടുന്ന ടൈപ്പ് ത്രെഡാണ്. പിന്നെ നമ്മൾ ക്രയോൺസ് എടുത്തിട്ടുണ്ട്. ഇത് കമ്പൾസറി അല്ല, ഓപ്ഷണലാണ്. നമ്മൾക്കിപ്പോൾ കുറച്ച് കളർഫുള്ളായിട്ട് നമ്മുടെ ക്യാൻഡിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്രയോൺസ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ക്രയോൺസ് എടുത്തതാണ്. കുട്ടികളുള്ള വീട്ടിലൊക്കെ ക്രയോൺസ് ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ പീസസ് ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തിടാം. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നല്ലപോലെ തിളപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ അത്ര നല്ലതല്ലാത്ത ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കളർ, ഏത് കളറാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ കളറിലുള്ള ക്രയോൺസും പിന്നെ നമ്മളുടെ കുറച്ച് മെഴുകും കൂടി ഇട്ടിട്ട് ആ വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കുക. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ക്രയോൺസും ഈ മെഴുകും ഒക്കെ കൂടി നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടും. മെൽറ്റ് ആവുന്നത് വരെ നമ്മളതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ കൂടെ ഒരു തിരിയിടാൻ വേണ്ടിയിട്ട് ഈർക്കിളിയിൽ ത്രെഡ് ഒന്ന് കെട്ടിയെടുത്തു. അപ്പോൾ നമ്മൾ ആദ്യം ട്രൈ ചെയ്യാൻ പോണത് എഗ് ഷെല്ലിലാണ്. അപ്പോൾ നമ്മൾ എഗ് ഷെല്ലിൻ്റെ സെൻറ്ററിൽ കൂടെ ഇത് വെച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ്. അതിന് മുമ്പ് ലെങ്ത്ത് ഒന്ന് നോക്കിയിട്ട് ജസ്റ്റ് ആ ലെങ്ത്ത് വെച്ചിട്ട് തിരിയൊന്ന് ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്കത് എഗ് ഷെല്ലിൻ്റെ സെൻറ്ററിൽ പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ ബാക്കി എല്ലാത്തിനും നമ്മൾ ഈ തിരിയിടണത്. നമ്മുടെ ക്രയോൺസ് നല്ലപോലെ മെൽറ്റായിട്ട് നല്ലപോലെ കളർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ മെൽറ്റ് ചെയ്ത് വാക്സ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എഗ് ഷെല്ലിൻ്റെ ഉള്ളിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ എൻ്റെ ബാക്കി വരുന്ന ആ ഒരു മെൽറ്റ് ചെയ്ത വാക്സ് നമുക്ക് ബാക്കിയുള്ള മോൾഡുകളിൽ അപ്പം തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് ഇടയിൽ വരണുണ്ടെങ്കിൽ ആ സമയത്ത് ഈ മെൽറ്റ് ചെയ്ത വാക്സ് കൊണ്ടുപോയിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇറക്കി വയ്ക്കുകയാണെങ്കിൽ അത് കട്ടിയാവില്ല. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ടിയായി പോകാൻ സാധ്യതയുണ്ട്. ഏറ്റവും നല്ലത് നമ്മൾ അപ്പം തന്നെ വേഗം ഒഴിച്ചു കൊടുക്കണതാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് തന്നെ നമുക്ക് ബാക്കി എല്ലാത്തിലും റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാൻഡിലിൻ്റെ ഇടുന്ന ആ തിരിയില്ലേ, ആ തിരി ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ മെൽറ്റ് ചെയ്തെടുക്കണ ഉരുകിയെടുക്കണ വാക്സിലൊന്നും മുക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഒന്നൊരു സ്റ്റഡി ആയിട്ട് നിന്നോളൂ കേട്ടോ നേരെ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരു ക്യാൻഡിൽ തന്നെ പല പല കളേഴ്സ് വെച്ചാൽ നല്ല ഭംഗിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വേഗം ബാക്കി എല്ലാ ക്യാൻഡിൽസും റെഡിയാക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ലെയറായിട്ട് ഒഴിക്കുമ്പോൾ ആദ്യത്തെ ലെയർ ഒന്ന് സെറ്റായിട്ട് വേണം അടുത്ത ലെയർ ഒഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എല്ലാ ക്യാൻഡിൽസും ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് എല്ലാം സെറ്റായിട്ട് കിട്ടും.
ഇപ്പോൾ നമ്മുടെ ക്യാൻഡിൽസ് ഒക്കെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ മോൾഡൊക്കെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് നമ്മൾക്ക് ആ ഈർക്കിലൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എഗ് ഷെല്ലും പേപ്പറിൻ്റെ മോൾഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. അക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിൽ നമ്മൾ അങ്ങനെ തന്നെ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹോം മെയ്ഡ് ക്യാൻഡിൽസ് സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വെച്ചാൽ നല്ല ഭംഗിയാണ് കേട്ടോ. അല്ലാന്ന് വെച്ചാൽ നമുക്ക് സാധാരണ ക്യാൻഡിൽസ് പോലെ തന്നെ അങ്ങനെ കത്തിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യുക. താങ്ക്